ഇന്ന് മരിച്ചാലും ഈമാനോടെ മരിക്കാൻ പറ്റണം. എപ്പോൾ കണ്ണടക്കേണ്ടി വന്നാലും അവിടെ മുതൽ ആരംഭിക്കുന്ന ബർസഖി ജീവിതം സന്തോഷപൂർണ്ണമായി മാറണം. ഖബർ ചെന്ന് കിടക്കുമ്പോൾ ഇതിനൊക്കെ ദുരന്തങ്ങൾ ആ ഖബറിലേക്ക് വന്ന് രക്ഷപ്പെടാനാവാത്ത വിധം പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടായിക്കൂടാ. മരിക്കാൻ കിടക്കുന്ന സമയങ്ങളിൽ തന്നെയും തിരിച്ചറിവുണ്ടാകുമെന്നാണല്ലോ. അവിടെ തന്നെ പറയും റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് മടക്കിത്തരണേ, ഒന്ന് മടക്കണേ എന്ന് പറയുന്ന രംഗമുണ്ട് മരണസമയം മുതൽ ആരംഭിക്കുന്നത്. ഖബറിൽ കിടന്ന് വിലപിക്കുമെന്നാണ്, മഹ്ശറിൽ വിലപിക്കുമെന്നാണ്, നരകത്ത് കിടന്ന് ആർത്തു വിളിക്കുമെന്നാണ്. വഹും യസ്തരിഖൂന ഫീഹാ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ ഗൈറല്ലദീ കുന്നാ നഅമൽ. പടച്ചവനെ ഒന്ന് പുറത്തേക്കാക്കി തരുമോ, ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ റബ്ബേ, എങ്കിൽ നഅമൽ സ്വാലിഹാ, സ്വാലിഹായ അമലുകൾ ഞങ്ങൾ ചെയ്യാം റബ്ബേ. ഗൈറല്ലദീ കുന്നാ നഅമൽ, ചെയ്തിരുന്ന അമലല്ലാത്ത അമലുകൾ ഞങ്ങൾ ചെയ്യാം റബ്ബേ എന്ന് നരകത്ത് കടന്നു പോലും വിലപിക്കുന്ന ആർത്തു വിളിക്കുന്ന രംഗമുണ്ട് എന്ന് സൂറത്ത് ഫാത്തിറിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അന്ന് അല്ലാഹു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ആലോചിക്കണമെങ്കിൽ ആലോചിക്കാൻ പര്യാപ്തമായ പ്രായം ഞാൻ തന്നില്ലേ ദുനിയാവിൽ? നിങ്ങൾക്ക് ആയുസ് കിട്ടിയില്ലേ? നിങ്ങൾക്ക് ദുനിയാവിൽ 30, 40, 50, 60, 70 കൊല്ലങ്ങൾ നിങ്ങൾ ദുനിയാവിൽ ജീവിച്ചില്ലേ? മാത്രമല്ല വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകൾ വരികയും ചെയ്തില്ലേ? താക്കീതുകാർ വരികയും ചെയ്തില്ലേ? ഒരുപാട് താക്കീതുകൾ കിട്ടുന്നുണ്ട്. ഈ പ്രഭാഷണവും ഒരു താക്കീതാണ്, ഇതും ഒരു മുന്നറിയിപ്പാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇനിയും അത്തരം വഴികളിൽ പോയി ചാടുന്നുവെങ്കിൽ നഷ്ടം അധികമായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കിട്ടിയ ആയുസ്സിനെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. ഭൗതികമായ ലാഭങ്ങളുടെ പിന്നാലെയല്ല. തിന്മയും തോന്നിവാസങ്ങളും അധാർമികതയും ലഹരിയും മയക്കുമരുന്നുമൊക്കെ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ ആ വഴിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിൽ ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാം റബ്ബിലേൽപ്പിച്ച് ആ റബ്ബിൽ തവക്കുലാക്കി ശരിയായ മുഅ്മിനീങ്ങളായി ശരിയായ മുത്തഖീങ്ങളായി ജീവിക്കൽ കൊണ്ട് മാത്രമേ സഹോദരങ്ങളെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ബാക്കിയെല്ലാം ഐഹികമായ വിഭവങ്ങൾ മാത്രമാണ്, താൽക്കാലികമായ നേട്ടങ്ങൾ മാത്രമാണ്. എപ്പോഴാണോ അവസാനമായി കണ്ണടക്കുന്നത് അവിടെ മുതൽ അവസാനിക്കുന്ന, അവിടെ അങ്ങോട്ട് ആരംഭിക്കുന്ന പ്രയാസകരമായ ജീവിതമാണ് പിന്നെ ഉണ്ടാവുക. അത് സഹിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് ഖബറിൽ കിടക്കുമ്പോൾ സമാധാനത്തോടെ കിടക്കാൻ പറ്റണം, മഹ്ശറിൽ സമാധാനത്തോടെ ഒരുമിച്ച് കൂടാൻ പറ്റണം, മീസാനിൽ നന്മയുടെ ഭാഗം കടന്നു തൂങ്ങണം, സിറാത്തിലൂടെ കടന്നു പോകാൻ കഴിയണം, സ്വർഗത്തിലേക്ക് എത്തണം. ആ സ്വർഗത്തിൽ അംബിയാഇന്റെ കൂടെ, ഔലിയാഇന്റെ കൂടെ, സുദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ ദുർബലന്മാരായ നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ. അതിന് ഈ വക തെറ്റായ വഴികളല്ല, അല്ലാഹു പഠിപ്പിച്ച വഴി, നബിതങ്ങൾ പഠിപ്പിച്ച വഴി, ഖുർആനിന്റെ മാർഗം, സുന്നത്തിന്റെ മാർഗം, ശരിയായ സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ്, അതാണ് ശരിയായ രീതി, അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരം കൂട്ടായ്മയുടെ ഭാഗമായി നിന്ന് ഖുർആന് പഠിച്ച് ഹദീസ് പഠിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. മരിക്കുന്നവരെ ഖുർആന്റെ പഠിതാക്കളായി മാറുക, ഹദീസിന്റെ പഠിതാക്കളായി മാറുക. വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്ന് ശരിയായ അറിവുകളെ നാം ആർജിച്ചെടുക്കുക. സർവോപരി ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്യുക. ഫിത്നകൾ ധാരാളമായി വരികയാണ്. ഈമാൻ തെറ്റിപ്പോകുന്ന വ്യത്യസ്തങ്ങളായ ഫിത്നകളാണ് ഓരോരോ രൂപങ്ങളിൽ, ഓരോ ഭാവങ്ങളിൽ നാടുകളിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഏത് ഫിത്ന കൊണ്ടാണ് എൻ്റെ ഈമാൻ തെളിച്ചു പോകുക എന്ന് പറയാനാവാത്ത വിധമുള്ള കുഴപ്പങ്ങൾ ഓരോ ദിവസവും ലോകവ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഈമാന്റെ വഴികളെ നാം കൃത്യമായി പഠിക്കുക, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ നാമങ്ങളിലൂടെ വിശേഷങ്ങളിലൂടെ റഹ്മാനായ റബ്ബിനെ അറിയാൻ നമ്മൾ ശ്രമിക്കുക. ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയ റഹ്മാനായ റബ്ബിന്റെ മഹത്വങ്ങളെ നാം തിരിച്ചറിയുക. ഏറ്റവും വലിയ ബറക്കത്ത് അല്ലാഹുവിൽ നിന്നാണ്. റബ്ബാണ് ബറക്കത്തിന്റെ ഉടമ, അവനാണ് ഹക്കുള്ളത്, അവനാണ് ജാഹുള്ളത്, അവനാണ് ബറക്കത്തുടയവൻ. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവരുടെ കയ്യിലാണോ സർവാധിപത്യവുമുള്ളത്, അവനാണ് ബറക്കത്തുടയവൻ. മറ്റാരും ബറക്കത്ത് നൽകുന്നവരല്ല, ബറക്കത്ത് വിതരണം ചെയ്യാൻ കഴിയുന്ന ആരുമില്ല, അത്തരം വേദികളുമില്ല. അതൊക്കെ നമ്മെ ചൂഷണം ചെയ്യാനുള്ള വഴികൾ മാത്രമാണ്. പടച്ച റബ്ബിനോട് ബറക്കത്തിനായി തേടുക. ആയുസ്സിൽ, ആരോഗ്യത്തിൽ, അതേപോലെ എല്ലാ വിഭവങ്ങളിലും ബറക്കത്തിനായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.